Dear students, welcome to Learner's World. In this video, I'm going to talk about Advice to Youth by Mark Twain, FIUGP MDC English, Introducing Print and Digital Narratives for semester at Calcutta University. Mark Twain was an American novelist, humorist, and essayist. His pen name Samuel Langhorne Clemens. Mark Twain had only a limited formal education. മാർക്ക് ട്വൈൻ ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ്, ഹ്യൂമറിസ്റ്റാണ്, അതുപോലെ എസ്സേയിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പെൻ നെയിം സാമുവൽ ലാംഗോൺ ക്ലെമൻസ് എന്നുള്ളതായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നെങ്കിലും. ദ സമ്മറി ഓഫ് അഡ്വൈസ് ടു യൂത്ത്. ഇറ്റ്സ് എ ലെക്ചർ മാർക്ക് ട്വൈൻ ഡെലിവേർഡ് ടു എ ഗ്രൂപ്പ് ഓഫ് യങ് പീപ്പിൾ. അപ്പോൾ അഡ്വൈസ് ടു യൂത്ത് എന്ന് പറയുന്നത് യങ് പീപ്പിളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ലെക്ചറാണ്. അതായത് അദ്ദേഹം കുറച്ച് അഡ്വൈസ് നൽകുകയാണ്. ദ ഒറിജിനൽ ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഈസ് അൺനോൺ. അതായത് ഇത് നടന്ന ഒറിജിനൽ ലൊക്കേഷനോ ഡേറ്റോ ടൈമോ ഒന്നും അറിയില്ല. മാർക്ക് ട്വൈൻ സ്റ്റാർട്ട് ബൈ സെയിങ് ദാറ്റ് കിഡ്സ് ഷുഡ് ഓൾവേസ് ലിസൺ ടു ദെയർ പാരൻസ് വെൻ ദേ ആർ അറൗണ്ട്. അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് കുട്ടികൾ അവരുടെ പാരൻസിനെ അവർ ലിസൺ ചെയ്യണം. അതുപോലെ ദിസ് ഈസ് ബിക്കോസ് പാരൻസ് തിങ്ക് ദേ നോ ബെറ്റർ ആൻഡ് ഇറ്റ്സ് ഈസിയർ ടു ജസ്റ്റ് ഗോ along with what they say. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാരൻസ് മനസ്സിലാക്കും, ചിന്തിക്കും, അതായത് അവരെ നന്നായിട്ട് അറിയും എന്നുള്ളത്, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല രീതിയിൽ അവർ പറയുന്നത് കേട്ട് പോവാൻ ഇത് വളരെയധികം ഈസിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹി ഓൾസോ സേസ് ദാറ്റ് കിഡ്സ് ഷുഡ് ബി റെസ്പെക്റ്റ്ഫുൾ ടു പീപ്പിൾ ഹു ആർ ഇൻ ചാർജ് ആൻഡ് ടു സ്ട്രേഞ്ചേഴ്സ്. അതുപോലെ ആളുകളെ നിങ്ങൾ ബഹുമാനിക്കണം. അതായത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെയും പീപ്പിൾ ഇൻ ചാർജ് ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇഫ് സമൺ അപ്സെറ്റ് യു, he jokes that you should wait for a chance and hit them with a brick. അതായത് നിങ്ങൾ ആരെങ്കിലും അപ്സെറ്റ് ആക്കിയാൽ, അതായത് നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നിങ്ങളോടൊരു പ്രവൃത്തി ചെയ്താൽ അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് അവരെ ഒന്ന് ഒരു കല്ലെടുത്ത് കുത്താൻ അല്ലെങ്കിൽ എറിയാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. ബട്ട് ഹി ഓൾസോ സേസ് ദാറ്റ് വയലൻസ് ഈസ് ഇൻ എ ഗുഡ് ഐഡിയ. പക്ഷേ അദ്ദേഹം പറയണേ വയലൻസ് എന്ന് പറയുന്നത് നല്ലൊരു ആശയമല്ല. അതായത് നിങ്ങളെ ഉപദ്രവിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ വയലൻസ് എടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു പ്രവൃത്തിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ട്വൈൻ സജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ഗോ ടു ബെഡ് ഏർലി ആൻഡ് വേക്ക് അപ്പ് ഏർലി. ഹി മേക്സ് എ ജോക്ക് അബൌട്ട് വേക്കിംഗ് അപ്പ് with a bird called a lark. He says you can train the bird to wake up late so you can still seem like you are waking up early. അദ്ദേഹം പറയാണ്, നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുകയും അതുപോലെ നേരത്തെ ഉറങ്ങുകയും ചെയ്യണം. ഒരു ലാർക്കിനെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു ലാർക്കിനെ പോലെ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ലാർക്കിനെ ലേറ്റായിട്ട് ഉറങ്ങാൻ ട്രെയിൻ ചെയ്യാണ്. അതായത് നിങ്ങളും ലേറ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലാർക്കും ലേറ്റായിട്ട് ആണ് ഉറങ്ങുക. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഏർലി ആയിട്ട് ഉറങ്ങാനും ഏർലി ആയിട്ട് എണീക്കാനും ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ലൈൻ, ട്വൈൻ സേസ് ടു ബി കെയർഫുൾ. അതുപോലെ അദ്ദേഹം പറയാണ്, നിങ്ങൾ നുണ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇഫ് യു കോട്ട് ലൈൻ, പീപ്പിൾ മൈറ്റ് നോട്ട് ട്രസ്റ്റ് യു എനിമോർ. അതായത് നിങ്ങൾ നുണ പറയുകയാണെന്ന് ആളുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല. ഹി മേക്സ് എ ജോക്ക് ദാറ്റ് എ ഗുഡ് ലൈ ക്യാൻ ലാസ്റ്റ് ഫോർ എവർ, യൂസിങ് ദ എക്സാമ്പിൾ ഓഫ് എ മാൻ ഹു ലൈഡ് അബൌട്ട് ഡിസ്കവറിങ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം പറയാണ്, വളരെ രസകരമായിട്ട് അദ്ദേഹം പറയാണ്, ഒരു നല്ല ലൈ, അതായത് ഒരു വലിയൊരു നുണ ഒരിക്കലും നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾ നുണ പറഞ്ഞു, അയാൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ കണ്ടുപിടിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ട്വൈൻ ഓൾസോ ടോക്സ് അബൌട്ട് ബീയിങ് കെയർഫുൾ വിത്ത് ഗൺസ്. അതുപോലെ അദ്ദേഹം പറയുന്നത് ഗൺസ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. He tells a story about a boy who pointed a gun at his grandma as a joke, thinking it wasn't loaded. Luckily it wasn't, but Twain uses this story to show that playing with guns can be dangerous. അദ്ദേഹം ഒരു എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്.
അതായത് നിങ്ങൾ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സ്റ്റോറി പറയാണ്. ഒരിക്കൽ ഒരു കുട്ടി ഒരു ഗണ്ണ് വളരെ ജോക്ക് എന്നുള്ള രീതിയിൽ ഒരു ഒരു രസകരമായിട്ട് തോക്കെടുത്ത് ഗ്രാൻഡ്മയുടെ മുന്നിലോട്ട് ചൂണ്ടി. പക്ഷെ അത് ലോഡഡ് ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റോറി നമ്മളോട് മറ്റോൻ പറയുന്നത് ഗണ്ണുമായിട്ട് കളിക്കുന്ന സമയത്ത് വളരെയധികം കെയർഫുള്ളായിരിക്കണം. ഗണ്ണ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ടെൽസ് കിഡ്സ് ടു റീഡ് ഗുഡ് ബുക്സ് ആൻഡ് ഹി ജോക്കിംഗ്ലി സജസ്റ്റ് എ ഫ്യൂ ഇൻക്ലൂഡിങ് വൺ ഓഫ് ഹിസ് ഓൺ ബുക്സ്. അതായത് കുട്ടികളോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നല്ല ബുക്കുകൾ റീഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വളരെ ജോക്കിംഗ്ലി അദ്ദേഹം പറയാണ് എൻ്റെ കുറച്ച് ബുക്സുകൾ നിങ്ങൾ വായിക്കണം എന്ന് പറയുന്നുണ്ട്. മക്ട്വെയിൻ എൻഡ്സ് ബൈ സെയിങ് ദാറ്റ് ഹി ഹോപ്സ് കിഡ്സ് വിൽ റിമെമ്പർ ഹിസ് അഡ്വൈസ് ആൻഡ് യൂസ് ഇറ്റ് ടു ബിൽഡ് ദെയർ ക്യാരക്ടർ. മക്ട്വെയിൻ ഈ ഒരു ലെക്ചർ എൻഡ് ചെയ്യുന്നത് യൂത്തിനോട് അവർക്കൊരു പ്രതീക്ഷ നൽകുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് നിങ്ങൾ റിമെമ്പർ ചെയ്യുകയാണെങ്കിൽ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. ഈ ജോക്സ് ദാറ്റ് they will be surprised to see how much they are like everyone else. അദ്ദേഹം വളരെ രസകരമായിട്ട് പറയാണ്, ഞാൻ പറഞ്ഞ അഡ്വൈസ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, റിമെമ്പർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാണാൻ കഴിയും. അതായത് എല്ലാവരും നിങ്ങളെങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു സർപ്രൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഓക്കെ.